എന്നാലും എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ. V3 KBN V2 DJ. ഓക്കെ, അപ്പോൾ നെറ്റ് നമുക്ക് നാളെ സ്റ്റാർട്ട് ചെയ്താലോ? V2 DJ V3 KBN. നാളത്തെ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ DJ? എന്തെങ്കിലും പ്രത്യേകതയുള്ളൊരു ദിവസം നമുക്ക് തുടങ്ങാതിരിക്കില്ലേ നല്ലത് DJ KBN? റീഫോൾ വരാൻ ഇനി സമയമുണ്ട്. എങ്ങനെ ഏപ്രിൽ 1-ാം തീയതി ആകാൻ ഇനിയും സമയമുണ്ട്. നവംബർ 1-ാം തീയതി കേരളപ്പിറവി ദിനമാണ്. അന്നായിക്കോട്ടെ എന്ന് തിരിച്ചു വെച്ചാലോ നമുക്ക്. നമ്മൾ ഇത്ര ദിവസം കാത്തിരുന്നില്ല, അപ്പോൾ ഒരു 4 ദിവസം കൂടി കാത്തിരുന്നാൽ നവംബർ 1 കേരളപ്പിറവി ദിനത്തിന് നമുക്ക് റിപ്പീറ്ററിന്റെ നെറ്റ് തുടങ്ങിയാലോ DJ KBN? അത് കൊള്ളാം. അത് അങ്ങനെ ഒരു ദിവസം നന്നായി. അപ്പോൾ പിന്നെ അങ്ങനെ 1-ാം തീയതി തുടങ്ങാം. അപ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതെ, ആ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് DJ. നവംബർ 1 അതേപോലെ കേരളപ്പിറവി ദിനമാണ്. അതൊരു വളരെ സ്ട്രൈക്കിംഗ് ഡേ അല്ലേ? അപ്പോൾ നമുക്ക് അന്ന് തന്നെ തുടങ്ങാം. ഇനി അതിൽ നമുക്ക് കൺസിഡർ ആവേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. 4 ദിവസം കൂടി ക്ഷമിക്കാം. അതിനുള്ള ഇമ്പ്രൂവ്മെന്റ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരമാവധി ചെയ്തേക്കോ. എന്താണെങ്കിലും അതൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ദിവസമാക്കി മാറ്റാം DJ KBN. റോജർ 31-വിടെ എക്സാമാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ആരെയും കേട്ടില്ല, ആളുകളൊക്കെ അറിയുന്നേ ഉള്ളൂ. V3 KBN V2 DJ. V2 DJ 3 KBN. ഇപ്പോൾ അടൂർ ഫെസ്റ്റ് കഴിയുമ്പോൾ എല്ലാവരും അറിയും. DJ അവിടെ നമുക്ക് അനൗൺസ് ചെയ്യാം. V2 DJ KBN. ഓക്കെ, അപ്പോൾ അങ്ങനെ അടൂർ ഫെസ്റ്റിന് മുമ്പാണല്ലോ ഇത് ഒരു നവംബർ 1. അത് തന്നെ. പക്ഷെ അത്രയും മുഴുവൻ ആൾക്കാർ അറിഞ്ഞില്ലെങ്കിൽ നമുക്കതിന് പിന്നെ ചാൻസ് വരുന്ന അടൂർ ഫെസ്റ്റാണ്. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു വിസിറ്റിംഗ് കാർഡ് സൈസിലൊരു സാധനം നമ്മുടെ റിപ്പീറ്ററിന്റെ പേരിൽ അടിച്ചിട്ട് അവിടെ വരുന്നവർക്കൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. പക്ഷേ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ വരുള്ളൂ DJ KBN. വേറെ ഒരു സംഭവം ഉണ്ടായിരുന്നു, സോവനിയറിലൊരു ഇത് കൊടുത്താൽ മതിയായിരുന്നു, ഫെസ്റ്റിവിഷൻ. അപ്പം ക്ലബിൻ്റെ ഡീറ്റെയിലും റിപ്പീറ്റിൻ്റെ അതും വെച്ചിട്ട് ഫ്രീക്വൻസിയൊക്കെ വെച്ചിട്ട് അതായത് ഏറ്റവും നല്ലത്. സമയം കഴിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനം മിനുക്ക് പണികൾ നടക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനൊന്ന് അന്വേഷിക്കാം. അവർ നന്നായിരിക്കും. പിന്നെ അനിലിനെ അനിലിൻ്റെ HF-ലുണ്ട്, ചോദിച്ചു നോക്കാം നമുക്ക്. KBN V2 DJ. V2 DJ 3 KBN. അപ്പം ചോദിച്ചേക്ക്, ഇപ്പം തന്നെ ചോദിച്ചോളൂ. കയ്യോട് ചില കാര്യങ്ങൾ നടന്നേക്കണം. അപ്പോഴേ അതിനൊരു എന്താ പറയുക, അതിനൊരു ഫലപ്രാപ്തി ഉണ്ടാവുള്ളൂ DJ. ഇപ്പം തന്നെ തോന്നിയ കാര്യം ഇപ്പം തന്നെ ചെയ്യാം. ഞാൻ സ്റ്റാൻഡ് ബൈയിലുണ്ടാവും. അവിടെ കാര്യമായിട്ട് കോണ്ടാക്ട് എടുക്കാൻ ഞാൻ പിന്നെ ബ്രേക്ക് ചെയ്യാതിരുന്നാണ്. എനിക്ക് പെട്ടെന്നാണ് ഇത് വന്നത്. അപ്പാണെങ്കിൽ ഡിസ്റ്റോർ ചെയ്യണ്ട, അവരെൻജോയ് ചെയ്യട്ടെ. കഴിഞ്ഞിട്ട് നമുക്ക് ആരുടെ ഇങ്ങനെ ചോദിക്കാം. DJ അതായിരിക്കും നല്ലതെന്ന് തോന്നും. ഞാനൊരു കാര്യം ചെയ്യാം. ഓൾമോസ്റ്റ് ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ഇന്നലെ വിചാരിച്ചാണ് ഒരു പോസ്റ്റ് ഇടണമെന്നുള്ളത്. വെൽക്കം ടു മൈക്ക് ജൂലിയറ്റ് അല്ലേ അവർ? റോജർ MJJ ബിഹാഫ് ഓഫ് V2 MLQ. ഇന്നലത്തെ റിപ്പോർട്ട് ഒന്ന് പോസ്റ്റ് ചെയ്താലും മതി. അത് ചെയ്യാം. അതല്ല ഞാൻ ചോദിച്ച V2 മൈക്ക് ജൂലിയറ്റ് റോജർ V2 മൈക്ക് ജൂലിയറ്റ് റിപ്പീറ്റർ പേഴ്സൺ ക്ലബിന്റെ പേരിലാണ്. V2 MLQ ഓട് മെൻഷൻ ചെയ്തെന്ന് അത്രയും കേസ്. റോജർ ഓക്കെ, ഫൈൻ. അത് എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ ചെയ്തേക്കാം. കമ്പ്യൂട്ടർ ഓണാണ്. അതിന്റെ ഏതെങ്കിലും ഒരു പടം ഉണ്ടോ കയ്യിൽ? അവർ ക്ലബിന്റെ ലോഗോ ആണ് ഞാൻ അയച്ചു തരാം. കേസ് അയക്കാം, ലോഗോ അയക്കാം. അപ്പൊ ഞാൻ ആ ലോഗോ നമ്മുടെ ഇനോഗ്രേഷന്റെ ഫോട്ടോയും കൂടി
എന്താ പറയാ ഒരു കൊളാഷ് ചെയ്തിട്ട് വെൽക്കം ടു മൈക്ക് ജൂലിയറ്റ് ജൂലിയറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റിംഗ് ഇട്ടേക്കാം അവർ കയ്യിലുണ്ടല്ലോ ഇന്ന് കോപ്പി ചെയ്യാം കേസർ എങ്ങനെ ഓ അതിനകത്തുണ്ട് ലോഗോ മാത്രമായിട്ടുള്ള പിക്ചർ ഉണ്ടാവും അതിന്റെ ഫോട്ടോസിലുണ്ടാവും കേസർ ഫോട്ടോസിൽ ഇനോഗ്രേഷൻ്റെ ഫയലുണ്ടാകാം ലോഗോന്റെ ഒരു ഇത്